ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. എടാ, അവൾ സിനിമയ്ക്ക് പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് നീ തന്നെ അല്ലേ അന്ന് ആശുപത്രിയിൽ കിടന്നപ്പോൾ പറഞ്ഞത് എന്ന് സുകുമാരിയമ്മ എങ്ങനെ ദേവനോട് പറയുവാണ്. അപ്പോൾ അതിനൊരു അവസരം വന്നപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ യശോദ പറയുന്നു, അമ്മ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതി പറയുന്നു. ഈ ഇരിക്കുന്ന രാധിക മോൾ കുറ്റം ചെയ്തിട്ടില്ലെന്നും കോടതി പറയുന്നു. അപ്പോൾ ഞങ്ങൾ ഏതാണ് വിശ്വസിക്കേണ്ടത്? അപ്പോൾ കോടതി പറയുന്ന നിങ്ങൾ എല്ലാവരും അങ്ങ് വിശ്വസിച്ച് എൻ്റെ പ്രിയങ്ക മോളെ കൊന്നത് ഞാനാണെന്നാണോ ഇപ്പോൾ നിങ്ങൾ പറയുന്നത്? എങ്കിൽ ഞാനങ്ങ് ചത്തേക്കാം എന്നൊക്കെ സുകുമാരിയമ്മ പറയുവാണ്. സങ്കടം സഹിക്കാൻ വയ്യാത്ത പോലെ അഭിനയിക്കുവാണ് സുകുമാരിയമ്മ. ആ ഭിത്തിക്കിട്ട് തലയിട്ട് ആഞ്ഞിടിക്കുവാണ്. ഞാനങ്ങ് ചത്തേക്കാമെന്ന്. പെട്ടെന്ന് പേടിച്ചിട്ട് യശോദ അമ്മയെന്ന് വിളിക്കുവാണ്. സുകുമാരിയമ്മയുടെ ഈ പ്രവൃത്തി കണ്ട് ആകെ ടെൻഷനിലിരിക്കുവാണ് യശോദയും രാധികയും. തന്ത്രിയെയും യശോദയും ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി സുകുമാരിയമ്മ വീണ്ടും ചുവരിലിട്ട് തലയിട്ടിരിക്കുവാണ്. പെട്ടെന്ന് അത് തടയാൻ വേണ്ടി യശോദ എഴുന്നേൽക്കുമ്പോൾ തന്ത്രി പറയുന്നു, യശോദ നീ അവിടെ ഇരിക്കുക. അമ്മ അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് അങ്ങനെ തന്നെ അങ്ങ് നടക്കട്ടെ എന്ന് തന്ത്രി പറയുവാണ്. നാടകം പൊളിഞ്ഞെന്ന് മനസ്സിലാക്കി സുകുമാരിയമ്മ ദേഷ്യത്തോടെ ദേവനെ തിരിഞ്ഞു നോക്കുവാണ്. അത് കണ്ടുകൊണ്ട് തന്ത്രി പറയുന്നു, കുറെ കാലമായി ഈ ഭീഷണി കേൾക്കാൻ തുടങ്ങിയിട്ട് ഇനി ഇതൊന്നും ഇവിടെ നടക്കില്ല. ഇത് കേട്ട് ദേഷ്യത്തോടെ സുകുമാരിയമ്മ പറയുന്നു, അതേടാ, എനിക്ക് നല്ലതുപോലെ അറിയാം ഞാൻ ചത്താൽ നിനക്കൊന്നും ഒരു ദണ്ണവും ഉണ്ടാകില്ലെന്ന്. അങ്ങനെ ദണ്ണം ഉണ്ടാകുന്ന ഒരുത്തിയാണ് ഇപ്പം കത്തിക്കരിഞ്ഞു പോയത്, എൻ്റെ പ്രിയങ്കമോള് എന്നും പറഞ്ഞ് വിഷമത്തോടെ സുകുമാരിയമ്മ അങ്ങ് അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ യശോദ രാധികയോട് പറയുക, മോളെ, മുത്തശ്ശിയുടെ അടുത്തോട്ട് പോകുമ്പോഴൊക്കെ എൻ്റെ മോള് സൂക്ഷിക്കണം കേട്ടോ. എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനി എന്നെ കൊന്നാലും കുഴപ്പമൊന്നും ഇല്ലമ്മേ, സത്യം നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് രാധിക പറയുവാണ്. ഉടനെ തന്ത്രി പറയുന്നു, മരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഇനി ചിന്തിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നതിന് വേണ്ടിയല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കണിമംഗലത്ത് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം. ഇനി ഒട്ടും വൈകിക്കൂടാ. തന്ത്രി അങ്ങനെ പറയുമ്പോൾ സന്തോഷത്തോടെ രാധിക യശോദയെ നോക്കി പുഞ്ചിരിക്കുവാണ്. സുകുമാരിയമ്മ പ്രിയങ്കയുടെ ഫോട്ടോ നോക്കി കരയുവാണ്. എന്നിട്ട് പറയുന്നു, എൻ്റെ പ്രിയങ്ക മോളെ, നീ എന്തിനാ ഈ മുത്തശ്ശിയെ വിട്ടു പോയത്? ഈ മുത്തശ്ശി ഇപ്പോൾ തനിച്ചായി പോയില്ലേ മോളെ? എൻ്റെ പ്രിയങ്ക മോൾ ഇല്ലാത്ത ഈ ലോകത്ത് മുത്തശ്ശിക്കും ജീവിക്കാൻ ഇഷ്ടമില്ല. ഇനി ഞാനും എൻ്റെ മോളുടെ അടുത്തോട്ട് തന്നെ വരുക. പക്ഷെ ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ മോളുടെ എല്ലാ ആഗ്രഹങ്ങളും തല്ലിത്തകർത്ത് ആ രാധികയെ എനിക്ക് ഇല്ലാതാക്കണം. കൊല്ലണം എനിക്ക് അവളെ ഞാൻ കൊല്ലും. അവളെ കൊന്നിട്ട് ആ ചിത കത്തിക്കുന്ന പുക ഈ മുത്തശ്ശിക്ക് കാണണം. എൻ്റെ പ്രിയങ്ക മോൾക്ക് വേണ്ടി ഈ മുത്തശ്ശി അത് ചെയ്യും മോളെ എന്നും പറഞ്ഞ് സുകുമാരിയമ്മ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുവാണ്. രാത്രിയിൽ ഉറക്കം വരാതെ വരുൺ ഇങ്ങനെ രാധികയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കിടക്കുകയാണ്. രാധികയെ കാണാൻ വേണ്ടി വരുൺ എന്ന ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ പിന്നിൽ കൂടെ വന്ന രാധിക ചോദിക്കുന്നു, എന്തായി കാണിക്കുന്നത്? ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ പിന്നെ വാതിലെ തൊട്ട് തൊഴുതുകൂടാ, അതാണ് ഇവിടുത്തെ ആചാരം. രാധിക എങ്ങനെ പറഞ്ഞത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് വരുൺ ചോദിക്കുന്നു, താനല്ലേ ഇന്നലെ ഇവിടെ ഡാൻസ് കളിച്ചത്? അതെ, ഇന്നലെ നിങ്ങളല്ലേ ഫോട്ടോ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ വരുണും അതേന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ വന്നത്? ഇവിടെയും പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ വന്നതാണോ? അപ്പോൾ വരുൺ പറയുന്നു, ഏയ്, ഫോട്ടോ എടുക്കാൻ വന്നതല്ല, തിരഞ്ഞു വന്നത്. ആരെയാണെന്ന് രാധികയും ചോദിക്കുന്നുണ്ട്. രാധികയെ തന്നെ ആണെന്ന് കണ്ണുകൊണ്ടിങ്ങനെ വരുൺ കാണിക്കുന്നുണ്ട്. തൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നു, തിരഞ്ഞു വന്നതല്ലേ, അപ്പോഴെൻ്റെ പേരും തിരഞ്ഞു തന്നെ അങ്ങ് കണ്ടുപിടിച്ചോ എന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കി രാധിക പോവുകയാണ്. രാധികയെ അങ്ങനെ തിരിഞ്ഞു നോക്കി പോകുന്നതെന്ന് നോക്കി വരുൺ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുവാണ്. പിന്നീട് ക്ഷേത്രത്തിൽ വെച്ച് വരുണിൻ്റെയും രാധികയുടെയും കഴുത്തിൽ തുളസിമാല വന്നു വീണു. ഈ സമയം രാധികയെ ഉറങ്ങാതെ എഴുന്നേറ്റിരുന്ന് മനസ്സിൽ പറയുവാണ്, എൻ്റെ ഭഗവാനെ, ഈ കൺമുന്നിൽ നടന്നതൊക്കെ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? അതോ ഇതും അങ്ങ് ഒരുക്കുന്ന മായാജാല കാഴ്ച തന്നെയാണോ? വരുണുമായിട്ട് ഇനി ഒരിക്കലും ഒന്നിച്ചു ചേരില്ലെന്നാ ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അതിപ്പോൾ സത്യമാകാൻ പോകുന്നു. ഭഗവാനെ, അങ്ങ് കാണിച്ച മായാജാലത്തില് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതെല്ലാം അങ്ങയുടെ തീരുമാനം തന്നെ ആയിരുന്നോ? ഈ സമയം രാധികയുടെ ഫോണിലോട്ട് വരുണിന്റെ ഫോൺ കോൾ വരുന്നുണ്ട്. വരുണിന്റെ ഫോണാണെന്ന് കണ്ട് സന്തോഷത്തോടെ രാധിക ഫോൺ അറ്റൻഡ് ചെയ്യുവാണ്. രാധികയോട് വരുൺ ചോദിക്കുന്നു, ഉറങ്ങിയായിരുന്നോ? ഇല്ല വരുൺ, എനിക്ക് ഒട്ടും ഉറക്കം വന്നില്ല. ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയായിരുന്നു. ഞാനും അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നല്ലോ. അപ്പോൾ രാധിക ചോദിക്കുന്നു, അവിടെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് പെരുമാറിയിരുന്നത്? ഇവിടെ എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെ. കുറ്റപ്പെടുത്തിയ വാക്കുകൾക്കൊക്കെ അവർ ക്ഷമ പറയുകയും ചെയ്തു. താൻ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിച്ചായിരുന്നോ? അതെ, ഞാനാ ഇന്ന് അച്ഛന് ഭക്ഷണം വാരി കൊടുത്തത്. അച്ഛൻ എന്നോട് കുറേ സംസാരിച്ചു. മുത്തശ്ശി ബഹളം ഉണ്ടാക്കാൻ വന്നപ്പോഴേ അച്ഛൻ ആട്ടി ഓടിച്ചു. ഇനിയും നമ്മളെ കുറ്റം പറയാൻ സമ്മതിക്കത്തില്ലെന്നും ഒക്കെ അച്ഛൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് അച്ഛൻ കണിമംഗലത്തോട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞു. അച്ഛൻ വരട്ടോ, പക്ഷെ എനിക്കിപ്പോൾ തന്നെ കാണണമെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് വരട്ടെ? അയ്യോ, വേണ്ട. അതെന്താ, തനിക്ക് എന്നെ കാണാൻ ആഗ്രഹമില്ലേ? രാധിക നാണത്തോടെ പറയുന്നു, ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പം വേണ്ട.
അപ്പോൾ വരുൺ പറയുക, നമുക്കേ അധികം വൈകാതെ ആരെയും പേടിക്കാതെ തന്നെ ഒന്നിച്ച് ജീവിക്കാമല്ലോ. ഞാനിപ്പോൾ ഭഗവാനോട് ചോദിക്കുമായിരുന്നു, ഇതൊക്കെ ഭഗവാനെ അങ്ങ് കാണിച്ച മായാജാലയാണോ എന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തിനാ പ്രിയങ്കയുടെ ജീവൻ ഇല്ലാതാക്കിയത്? രാധിക അങ്ങനെ പറയുന്നത് കേട്ട് വരുൺ ചോദിക്കുക, എടോ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച താൻ പിന്നെ ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമില്ല. തൻ്റെ പാതയിൽ ഒരു മുൾച്ചെടി ഉണ്ടെന്ന് ഭഗവാന് തോന്നിക്കാണും, അതുകൊണ്ട് അതങ്ങ് വെട്ടിമാറ്റി, അത്രയേ ഉള്ളൂ. സങ്കടത്തോടെ രാധിക പറയുക, എന്നാലും ഒരു സങ്കടത്തോടെ അവൾ എന്നും എൻ്റെ മനസ്സിൽ കിടക്കും. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലടോ. ഇനി അയാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, അയാളെ ആരാണ് ഇങ്ങനെ അപകടത്തിൽപ്പെടുത്തി കൊന്നതെന്ന് അവരെ കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. അതിനിപ്പോൾ അഡ്വക്കേറ്റ് ആരതി കൂടെ ഉള്ളപ്പോൾ അതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് നല്ല ഉറപ്പുണ്ട് എനിക്ക്. തെറ്റ് ചെയ്തവർക്ക് നല്ല ശിക്ഷ കിട്ടട്ടെ. ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ കുറെ അനുഭവിച്ചതല്ലേ. എടോ, ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ തൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ തീർത്തോളാം, തന്നെ ചിരിക്കാൻ മാത്രം ഞാൻ ശീലിപ്പിച്ചോളാം. അത് കേട്ടിട്ട് രാധിക പറയാം, എൻ്റെ കാര്യത്തിൽ അത്ര വലിയ ഉറപ്പൊന്നും വേണ്ട. ഞാൻ എപ്പോഴൊക്കെ ചിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നല്ല നന്നായിട്ട് തന്നെ കരഞ്ഞിട്ടുമുണ്ട്. എടോ, അത് നമ്മൾ രണ്ടുപേരും രണ്ടിടത്ത് നിൽക്കുമ്പോഴല്ലേ. എൻ്റെ കൂടെ വന്നാൽ പിന്നെ ഒരു സങ്കടവും ഞാൻ വരുത്തത്തില്ല. ഇങ്ങനെയൊക്കെ വരുൺ പറയുന്ന കേട്ട് രാധിക പുഞ്ചിരിക്കുമ്പോൾ വരുൺ രാധികയ്ക്ക് ഒരു മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. രാധിക നാണത്തോടെ പറയുന്ന, ഫോൺ വെക്ക്, കിടന്നുറങ്ങാൻ നോക്ക്. എന്താ ഉറങ്ങുന്നില്ലേ? ഇനിയും സംസാരിച്ചോണ്ടിരുന്നാലേ നേരം വെളുക്കും. സംസാരിക്കുന്നത് ഇഷ്ടമില്ലയോ? എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല, പോയി കിടന്ന് ഉറങ്ങിച്ചേക്ക എന്നും പറഞ്ഞ് രാധിക ചിരിച്ചോണ്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇങ്ങനെ അവരുടെ ഓരോ വരാൻ പോകുന്ന നിമിഷത്തെ ഓർത്തിങ്ങനെ ഇരിക്കുവാണ്. പോലീസ് ജീപ്പിലോട്ട് കയറാനിരിക്കുന്ന സിഐയുടെ മുന്നിലോട്ട് കാറിൽ വരികയാണ് ആരതി വർമ്മ. ഇതാരൊക്കെയാണ് വരുന്നതെന്നിങ്ങനെ സിഐ നോക്കുമ്പോൾ ആരതിയും കൂടെ ജൂനിയർ വക്കീലന്മാരും ഉണ്ട്. ആരതി അങ്ങനെ അടുത്തോട്ട് വന്നപ്പോൾ സിഐ സാർ ചോദിക്കുന്നു, എന്താ മാർഗതടസ്സം ഉണ്ടാക്കാൻ വന്നതാണോ? അയ്യോ, മാർഗതടസ്സം ഉണ്ടാക്കാൻ വന്നതല്ല സാറേ, സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ ക്വാർട്ടേഴ്സിലോട്ട് വരികയായിരുന്നു. ഇന്നലെ ഞാൻ സാറിനെ കാണാൻ വേണ്ടി സ്റ്റേഷനിൽ വന്നിരുന്നു. സാറ് പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞത് കേട്ട് ഞാൻ അവിടെ ഒരു 3 മണിക്കൂറോടെ ഇരുന്ന് വേസ്റ്റ് ചെയ്തു. പക്ഷേ സാറിനെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് രാവിലെ തന്നെ വന്ന് സാറിനെ കണ്ടേക്കാവെന്ന് കരുതി. വലിയ അഹങ്കാരവും പുച്ഛത്തോടുകൂടി സിയെ പറയുക, നിങ്ങൾ സ്റ്റേഷനിൽ വന്നിരിക്കുമ്പോഴേ നിങ്ങളെ വന്ന് മുഖം കാണിക്കണമെന്നൊന്നും നിയമമൊന്നും ഇല്ലല്ലോ, എനിക്ക് ഡ്യൂട്ടിയുണ്ട് എന്ന് പറയുമ്പോൾ ആരതി പറഞ്ഞു, ഓക്കെ സാർ, പക്ഷേ ഞാൻ സംസാരിക്കാൻ വന്ന പ്രിയങ്ക കൊലക്കേസിനെ കുറിച്ച്. കേസ് ഇപ്പോൾ പുനരന്വേഷണത്തിന് വിട്ടിരിക്കുകയാണല്ലോ. സാറിൻ്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടി സാറിന് തന്നെ അത് വീണ്ടും കിട്ടിയിരിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നു, സാറിന് ഇതുവരെ ഉണ്ടായ പിഴവുകളൊന്നും ഇനി മുന്നോട്ടുള്ള കേസിൽ ഉണ്ടാകില്ലെന്ന് വിചാരിക്കുന്നു. അത് കേട്ടിട്ട് സിയെ പറയുക, ഡ്യൂട്ടി എന്താണെന്ന് എന്നെ പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല അഡ്വക്കേറ്റ് ആരതി വർമ്മ. നോ സാർ, സാറിനെ ഡ്യൂട്ടി പഠിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. ഈ കേസിൻ്റെ അന്വേഷണത്തിനായി ഞങ്ങൾ കുറേ വഴികളൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്, ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുമുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ സാറും കോടതിയിൽ കണ്ടതാണല്ലോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി സാറിനോട് ഷെയർ ചെയ്യുന്നതിനൊന്നും എനിക്ക് മടിയൊന്നുമില്ല. നമുക്കാവശ്യം നീതിയുക്തമായ ഒരു അന്വേഷണമല്ലേ സാറേ? ഇതൊക്കെ കേട്ടിട്ട് സിയെ പറയുക, കോടതിയിൽ താൽക്കാലികമായ ഒരു വിജയം കിട്ടുമ്പോഴേ ഇതിനപ്പുറം അഹങ്കരിക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതോ 1-2 ആൾക്കാരെ തേടിപ്പിടിച്ച് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വലിയ മഹാത്മാവായ ഡിറ്റക്റ്റീവ് ആണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അതുപോലെയല്ല പോലീസിൻ്റെ അന്വേഷണം. ഞങ്ങൾ കഷ്ടപ്പെട്ട് തേടിക്കൊണ്ടുവരുന്ന തെളിവുകൾ അതിൻ്റെ മേലെ ഇരുന്ന് വാദിക്കാനേ നിങ്ങൾക്കൊക്കെ പറ്റത്തുള്ളൂ. എത്ര വലിയ മികച്ച അഡ്വക്കേറ്റ് ആയാലും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? അത് കേട്ടിട്ട് ആരതി പറയും, യെസ് സാർ, അഡ്വക്കേറ്റിൻ്റെ ഡ്യൂട്ടിയും അത് തന്നെയാണല്ലോ. അപ്പോൾ സാറിന് എൻ്റെയോ എൻ്റെ ടീമിൻ്റെയോ സഹായമൊന്നും ആവശ്യമില്ല. സിയെ പറയാം, ഒരിക്കലും ആവശ്യമില്ല. കുറ്റക്കാരെ കണ്ടുപിടിക്കാനൊക്കെ എനിക്കറിയാം. അത് കേട്ടിട്ട് നമ്മുടെ ആരതി പറയുക, കുറ്റക്കാരെ കണ്ടുപിടിക്കണം സാറേ, പക്ഷേ കുറ്റക്കാരെ രക്ഷിച്ചെടുക്കരുത്. അതിനൊക്കെ ഇനിയും സാറ് ശ്രമിച്ചാൽ ചോദ്യങ്ങൾ ഉണ്ടാവും സാർ. ഇത്തവണ സാറിന് കോടതി തന്നത് വെറും വാണിംഗ് മാത്രമാണ്. അടുത്ത തവണ ഇനി എന്നിങ്ങനെ പറയുമ്പോൾ സിയെ പറയുക, എൻ്റെ തൊപ്പി തെറിപ്പിക്കും എന്നായിരിക്കും അല്ലേ മാഡം? വഴിയിൽ വണ്ടിയെടുത്ത് മാറ്റി പോകാൻ നോക്ക്, ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ്. ഡ്യൂട്ടിയിലിരിക്കുന്ന എന്നെ തടഞ്ഞാൽ അതിനെനിക്ക് കേസെടുക്കാനും പറ്റും. അത് കണ്ടിട്ട് നമ്മുടെ ആരതി ഒരാക്കിച്ചിരി ചിരിക്കുന്നുണ്ട്. അപ്പോൾ സിയെ പറയാ, ഒരു വല്ലാത്ത ആത്മവിശ്വാസത്തോടുള്ള ഈ ചിരി ഉണ്ടല്ലോ, ഈ ചിരി അടുത്ത തവണ കോടതിയിൽ ഉണ്ടാവില്ല. ആദ്യമായി ആരതി വർമ്മ കോടതിയിൽ തോൽക്കാൻ പോകുന്ന കേസ് പ്രിയങ്ക കൊലപാതകമായിരിക്കും. അത് കേട്ടിട്ട് നമ്മുടെ ആരതി പറയും, താങ്ക് യു സാർ, ഇതുപോലെയുള്ള വെല്ലുവിളികളാണ് കാര്യങ്ങൾക്കൊക്കെ ഒരു സ്പിരിറ്റ് ഉണ്ടാകുന്നത്. ഈ കേസിൽ സാറ് തീരുമാനിച്ച പ്രതികളെ ഒരിക്കലും വിടില്ലെന്നും അവരെ കൊടുക്കാനുള്ള തെളിവുകളെല്ലാം സാർ ഉണ്ടാക്കിയെടുക്കുമെന്നും സാർ അറിയാതെ തന്നെ പറഞ്ഞ ഈ വാക്കുകളിൽ തന്നെ എല്ലാം ഉണ്ട്. സാറിനി സാറിൻ്റെ വഴിക്ക് തന്നെ ശ്രമിക്കും. ഇത് നമുക്കുള്ളിൽ ഒരു വെല്ലുവിളിയായിട്ട് തന്നെ അങ്ങ് ഇരുന്നോട്ടെ. ഈ കേസിൽ നിരപരാധിയായ ഒരാൾ ശിക്ഷിക്കപ്പെടില്ല. അതിനുവേണ്ടി സാർ എത്ര കഷ്ടപ്പെട്ട് തെളിവുകൾ കൊണ്ടുവന്നാലും ഈ ആരതി വർമ്മ അത് മറികടന്നിരിക്കും. ഈ കേസിൽ സത്യമേ വിജയിക്കൂ. എന്നാൽ വരട്ടെ സാർ എന്ന് ദേഷ്യത്തോടെ ആരതി സിയെ നോക്കിയിട്ട് സീനിയർ വക്കീലന്മാരും ഒക്കെ ആയിട്ട് കാറിൽ കയറി പോവുകയാണ്.
അപ്പോൾ തന്നെ സിയെ ടെൻഷനോടുകൂടി ചന്ദ്രശേഖരനെ ഫോണിൽ വിളിക്കുവാണ്. എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രിയെ നോക്കുവാണ് സുകുമാരിയമ്മ. യശോദയെന്ന് തന്ത്രി വിളിക്കുമ്പോൾ അത് കേട്ടോണ്ട് ഓടി വന്ന് യശോദ ചോദിക്കുന്നു, എന്താ ദേവേട്ടാ, ദിവസങ്ങൾ കടന്നുപോയത് അറിഞ്ഞില്ല. അല്ല, മോളെവിടെ യശോദേ? യശോദ മോളേന്ന് രാധികയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്ത്രി പറയുന്നു, രാധിക മോളുടെ കാര്യത്തിൽ ഇനി കാര്യങ്ങളൊന്നും വൈകിക്കൂടാ. സുകുമാരിയമ്മ മറഞ്ഞു നിന്ന് ഇവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് രാധിക വന്ന് ചോദിക്കുന്നു, എന്താച്ചാ, ഞാൻ യശോദയും കുട്ടി കണിമംഗലത്തോട്ടൊന്ന് പോകാമെന്ന് വിചാരിക്കുക. അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ? എന്തിനാച്ചാ തിരക്ക് പിടിക്കുന്നത്? എല്ലാം ഒന്ന് സമാധാനത്തിൽ പോരെ അച്ചാ? തന്ത്രി പറയുക, അത് പോരാ മോളെ, ഒരു പേടി ഇങ്ങനെ മനസ്സിൽ തിളച്ച് മറിയുക. പ്രിയങ്ക പോയി, ഇനി അച്ഛനും അമ്മയ്ക്കും നീ മാത്രമേ ഉള്ളൂ. ഇനി മോളുടെ സന്തോഷമാ ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും. എത്രയും പെട്ടെന്ന് വരുണിനെയും മോളെയും ഒന്നിച്ചു ചേർത്തെങ്കിൽ മാത്രമേ ഞങ്ങളുടെ കടമകൾ പൂർത്തിയാകൂ. യശോദ പറയുന്നു, മോളെ തടസ്സം ഒന്നും പറയല്ലേ, അച്ഛൻ ഏതു നേരം ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനും അങ്ങ് ആലോചിച്ചു മോളെ, അതങ്ങ് നടക്കട്ടെ എന്ന്. അപ്പോൾ രാധിക പറയുന്നു, എന്നാലും അച്ഛൻ ചെല്ലുമ്പോൾ അവിടെയുള്ളവര്. തന്ത്രി ഉടനെ പറയുക, ഞാനൊരു കാര്യം അവരോട് പറയുന്നു, അതവരെല്ലാവരും അനുസരിക്കണമെന്നല്ലല്ലോ ഞാൻ പറയാൻ പോകുന്നത്. അവിടെ എല്ലാവരും ഇത് ഒറ്റ മനസ്സോടെ തന്നെ അംഗീകരിക്കണമെന്നില്ല. ചിലരൊക്കെ ഇതിനെ എതിർത്തേക്കാം. എന്തൊക്കെ മുഷിച്ചിലുകൾ ആരൊക്കെ പറഞ്ഞാലും അതൊക്കെ കേൾക്കാൻ തന്നെ തയ്യാറായിട്ട് തന്നെയാണ് അച്ഛൻ അങ്ങോട്ട് പോകുന്നത്. അത് കേട്ടിട്ട് യശോദ പറയുന്നു, മോളെ നിനക്ക് വേണ്ടി അച്ഛനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വന്നാലും അച്ഛനത് നടത്തിയിരിക്കും മോളെ. ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ലെന്നിങ്ങനെ യശോദ പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ രാധികയെ യശോദയുടെ കയ്യിൽ പിടിക്കുവാണ്. പെട്ടെന്ന് തന്ത്രി പറയുന്നു, ഇപ്പോഴത്തെ അവസ്ഥയിൽ മോളെ തനിച്ചാക്കിയിട്ട് പോകാൻ പ്രയാസമുണ്ട്. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യുക? അങ്ങോട്ടേക്കിപ്പോൾ മോളെയും കൂട്ടി പോകുന്നത് ശരിയല്ലല്ലോ. അച്ഛനും അമ്മയും പോയിട്ട് എളുപ്പം വരാം എന്ന് പറയുമ്പോൾ രാധിക പുഞ്ചിരിയോടെ സമ്മതിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടും കണ്ടുകൊണ്ടും അവിടെ അങ്ങോട്ട് മാറി നിന്ന സുകുമാരിയമ്മ മനസ്സിൽ ദേഷ്യത്തോടെ പറയുന്നു, രണ്ടുപേരുടെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. കല്യാണം ഉറപ്പിച്ചിട്ട് വാ, വരുമ്പോഴേ അവൾ ഉണ്ടെങ്കിലല്ലേ പിന്നെ കല്യാണം നടക്കും. നിങ്ങൾ തിരിച്ചു വരുമ്പോഴേ അവൾ ചത്തുമലച്ച് കിടക്കുന്നതായിരിക്കും നിങ്ങൾ രണ്ടുപേരും കാണാൻ പോകുന്നത്. സുകുമാരിയമ്മ അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഗൗതം കുറച്ച് ഗുണ്ടകളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും സകല പ്ലാനുകളും പൊളിച്ചത് ആ അഡ്വക്കേറ്റ് ആരതി വർമ്മയാണ്. അതിനവൾക്ക് ഉചിതമായ ഒരു സമ്മാനം കൊടുത്തേ പറ്റൂ. ആ ഗുണ്ടകളിൽ ഒരുത്തൻ പറയുന്നത്, എടാ നിന്റെ അച്ഛനും സിയെയും പറഞ്ഞതേ തൽക്കാലം അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്. അത് കേട്ടിട്ട് ഗൗതം പറയാം, എടാ അവരങ്ങനൊക്കെ പറയും. അവളുടെ കോടതിയിലെ പ്രകടനം കണ്ടിട്ടേ രണ്ടുപേരും നടുങ്ങിയിരിക്കുക. പക്ഷെ ആരതി വർമ്മ ഈ കേസിന്റെ ഭാഗമായി ഒരിക്കൽ കൂടി കോടതിയിലെത്തിയാൽ അവള് പിന്നെ എല്ലാവരെയും കൊടുക്കും. അച്ഛൻ ഉൾപ്പെടെ പിന്നെ എല്ലാവരും അകത്തു പോവുകയും ചെയ്യും. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഗുണ്ടകളിൽ വേറൊരാൾ ചോദിക്കുന്നു, ഗൗതം നിന്റെ പ്ലാൻ എന്താ? ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഗൗതം പറയുവാണ്, ആരതി വർമ്മയ്ക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട്. പല സ്റ്റേറ്റുകളിൽ നിന്നും ആരതി വർമ്മ 1-2 തവണ ആക്രമിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഡൽഹിയിൽ വെച്ച്, മറ്റൊരിക്കൽ ബാംഗ്ലൂരിൽ വെച്ച്. ആരതി വർമ്മയ്ക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട്. അതായത് ആരതി വർമ്മയ്ക്ക് എവിടെ വെച്ച് അപകടമുണ്ടായാലും അതിന്റെ പുറകിലുള്ള ശത്രുക്കളെ കണ്ടുപിടിക്കാൻ നിയമം ഒരുപാട് ബുദ്ധിമുട്ടും. ആരും അറിയാതെ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ആക്രമണം. ആരതി വർമ്മ അങ്ങനെ എന്നേക്കുമായി കളം ഒഴിയുന്നു. പകരം കണിമംഗലം ചന്ദ്രശേഖരനും മകനും കളം പിടിക്കുന്നു. ശരി, നമ്മളിനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പം തന്നെ അവളെ തെരഞ്ഞിറങ്ങുകയാണ് എന്നിങ്ങനെ ഗൗതം പറയുവാണ്. അവൾക്ക് കൂട്ടാളികൾ ഒരുപാടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾക്കെല്ലാം അവൾ തനിച്ചാണ് ഇറങ്ങാറുള്ളത്. അങ്ങനെ ഒരു യാത്ര, അവിടെയാണ് നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആകുന്നത്. അപ്പോൾ ഗുണ്ടകളിൽ ഒരാൾ ചോദിക്കുന്നത്, എന്താ തീർത്തേക്കാനോ? അതെ, തീർത്ത് കളയണം അവളെ. എന്നാൽ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം, വാ വണ്ടിയിൽ കയറി എന്നും പറഞ്ഞ് അവരെല്ലാവരും വണ്ടിയിൽ കയറി പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവരെല്ലാവരും ആരതി വർമ്മയെ തിരക്കി പോവുകയാണ്. ആരതി വർമ്മയുടെ ബുദ്ധിക്ക് മുന്നിൽ ഇവരൊക്കെ പിടിച്ചു നിൽക്കുമോ? അതോ ആരതി വർമ്മയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ? കണിമംഗലത്ത് പോയി വരുന്ന തന്ത്രിക്കും യശോദയ്ക്കും സങ്കടപ്പെടുന്ന കാഴ്ചയായിരിക്കുമോ സുകുമാരിയമ്മ വീട്ടിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.